മാള കുഴൂരിൽ 6 വയസ്സുകാരനെ കുളത്തിൽ തള്ളിയിട്ട് കൊന്ന സംഭവം. തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ നാട്ടുകാരുടെ രോഷപ്രകടനം. കുട്ടിയുടെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. അധികൃതരുടെ അനാസ്ഥ മൂലം കുറുമാലി പുഴയിൽ ജലനിരപ്പ് താഴ്ന്നു. ജലക്ഷാമം പരിഹരിക്കാൻ പുഴയിൽ കെട്ടിയ മൺചിറകൾ ഉപയോഗപ്രദമല്ലാതായി. അതിരപ്പള്ളി മേഖലയിൽ തുടർച്ചയായി 2ാം ദിവസവും കാട്ടാനയാക്രമണം. പിള്ളപ്പാറയിൽ കാട്ടാന ഓട്ടോറിക്ഷ തകർത്തു. ചാലക്കുടിയിലും കൊരട്ടിയിലും ഭീതി പരത്തിയ പുലിയെ കണ്ടെത്തുന്നതിനായി സംയുക്ത പരിശോധന നടത്തി. ചാവക്കാട് നിരോധിത വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ 3 ബോട്ടുകൾ പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത ബോട്ടുകൾക്ക് പിഴ ചുമത്തി. കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് പുതിയ കഴകക്കാരനെ നിയമിക്കുന്നതിന് KDRB ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് മെമ്മോ നൽകി. KS അനുരാഗിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവിന്റെ പകർപ്പാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കൈമാറിയത്. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേയുടെ 3ാം പാലത്തിന്റെ പൈലിംഗ് തുടങ്ങി. ഒരു പാലത്തിന് മുകളിൽ ഇരുവശങ്ങളിലേക്കുമുള്ള യാത്രയ്ക്കായി 2 പാളങ്ങളുള്ള രീതിയിലാണ് നിർമ്മാണം. നമസ്കാരം. വാർത്തകൾ വിശദമായി. മാളയിൽ 6 വയസ്സുകാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പിനെത്തിച്ച പ്രതിക്കെതിരെ നാട്ടുകാരുടെ രോഷപ്രകടനം. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് 10 മിനിറ്റിനകം തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയുമായ പോലീസ് മടങ്ങി. കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്ത കുളത്തിന് സമീപം എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. 100 കണക്കിന് ജനങ്ങളാണ് ഈ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നത്. വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത്. ജോജോയെ പോലീസ് വാഹനത്തിൽ നിന്നിറക്കിയപ്പോൾ കൂടി നിന്നവർ രോഷം പ്രകടിപ്പിച്ച് കൈയൊങ്ങി അടുത്തേക്ക് തള്ളിക്കയറി. കൂടുതൽ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി ജോജോയെ തെളിവെടുപ്പിന് കൊണ്ടുവരുമെന്നറിഞ്ഞ് രാവിലെ മുതൽ നാട്ടുകാർ സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയാണ് പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചത്. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം സംസ്കരിച്ചു. ഞാൻ പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ കാണിച്ചപ്പോ പൊതറി. എനിക്ക് ദേഷ്യം കയറിയപ്പോ ഞാൻ പിന്നെയും തട്ടിയിട്ടു. പിന്നെയും കയറി വന്നു. പിന്നെയും തട്ടിയിട്ടു. എന്നിട്ട് ഞാൻ പോയി. അവനെന്താ ചെയ്തത്? അവൻ താന്നുപോയാ? അപ്പൊ നീ എന്ത് ചെയ്തു? താന്നു പോയിപ്പോ ഞാൻ കണ്ടു പോയി. അപ്പൊ അവനെ കൊല്ലാൻ വേണ്ടി 3 പ്രാവശ്യം ഉന്തിട്ടതല്ലേ? അധികൃതരുടെ അനാസ്ഥ മൂലം കുറുമാലി പുഴയിൽ ജലനിരപ്പ് താഴ്ന്നു. ജലക്ഷാമം പരിഹരിക്കാൻ പുഴയിൽ കെട്ടിയ മൺചിറകൾ ഫലമില്ലാതായി. കടുത്ത വേനലിൽ പ്രദേശത്തെ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി ലക്ഷങ്ങൾ മുടക്കി കെട്ടിയ മൺചിറകളുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലമാണ് കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് താഴുന്നത്. മൺചിറയോട് ചേർന്നുള്ള ചീർപ്പിലൂടെ ക്രമാതീതമായി വെള്ളം ഒഴുക്കിക്കളയുന്നതാണ് പുഴ വറ്റിവരളാൻ ഇടയാക്കിയത്. ചീർപ്പിൽ പലകകൾ ഇട്ട് നിയന്ത്രിച്ചാണ് ചെറിയ തോതിൽ വെള്ളം ഒഴുക്കിവിടാറുള്ളത്. എന്നാൽ ഇത്തവണ തോട്ടുമുഖം ചിറയിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാത്ത അവസ്ഥയാണ്. പുഴയിൽ വെള്ളം താഴ്ന്നതോടെ 3 പഞ്ചായത്തുകളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന തോട്ടുമുഖം പദ്ധതിയുടെ പമ്പിംഗ് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൂടാതെ ഉയർന്ന പ്രദേശത്തെ കിണറുകളിൽ ജലനിരപ്പ് താഴ്ന്ന് രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. കുറുമാലിപ്പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ച് കൃഷിയിറക്കിയ കർഷകർ വിളകൾ ഉണക്കുഭീഷണി നേരിടുന്നതായും പറയുന്നു. വർഷം തോറും ലക്ഷങ്ങൾ മുടക്കി നിർമ്മിക്കുന്ന മൺചിറകൾ കാലവർഷാരംഭത്തിൽ തന്നെ പൊട്ടിപ്പോകുകയാണ് പതിവ്. വേനലിൽ കെട്ടുന്ന ചിറകളിൽ വെള്ളം സംഭരിച്ചു നിർത്തിയ കൃഷിക്കും കുടിവെള്ള പദ്ധതികൾക്കും പ്രയോജനകരമാകുന്ന പദ്ധതിയാണ് അധികൃതരുടെ അശ്രദ്ധ മൂലം പാഴ്ചിലവായി മാറുന്നത്. ചിമ്മിനി ഡാമിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളം ഒഴുക്കിക്കളയാതെ ചീർപ്പിൽ തടഞ്ഞു നിർത്താനുള്ള സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നമ്മള് ഇത്രയും പൈസ ചെലവാക്കി പഞ്ചായത്ത് ചിറ നിർമ്മിച്ചിട്ട് ആ ചിറയുടെ ചീപ്പ് കൃത്യമല്ലാന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് താൽക്കാലികമായിട്ട് നിർമ്മിക്കുകയാണെങ്കിലും അത് കൃത്യമായി നിർമ്മിക്കണം. ഒരു ചാക്ക് മാത്രം വെച്ച് ഒരു മഴ ഇത്തിരി വെള്ളം കൂടുതൽ വന്നപ്പോൾ അത് ഒലിച്ചുപോയി. ചിറ പണിതിട്ട് നമുക്ക് ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ ചീപ്പ് ഉണ്ടാക്കിയത്. ഇതൊന്നും പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ പെടുവോ അത് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് ഈ വെള്ളം ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തുള്ള ആർക്കും കിണറുകളിൽ വെള്ളമില്ലാത്ത സിറ്റുവേഷനാണ്. കൃഷി ചെയ്യുന്ന ആൾക്കാരെ എവിടുന്ന് വെള്ളം അടിക്കാൻ സാധിക്കും ഇത്തരത്തില് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ? ഇനിയെങ്കിലും ആ ചിറയുടെ ചീപ്പ് കൃത്യമായി സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. TC വിനോസ്, പുതുക്കാട്.
അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാട്ടാന ഓട്ടോറിക്ഷ തകർത്തു. മാപ്രാണത്തുകാരൻ ജോഷിയുടെ ഓട്ടോറിക്ഷയാണ് തകർത്തത്. പിള്ളപ്പാറ റേഷൻ കടയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയാണ് കാട്ടാന തകർത്തത്. തുടർച്ചയായി 2ാം ദിവസമാണ് മേഖലയിൽ കാട്ടാനയാക്രമണം നടന്നത്. കഴിഞ്ഞ ദിവസം വെറ്റിലപ്പാറയിലിറങ്ങിയ കാട്ടാന മധ്യവയസ്കനെ തുമ്പിക്കൈ കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. അതിരപ്പള്ളി മേഖലയിൽ കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമായതായാണ് നാട്ടുകാരുടെ പരാതി. കോടശ്ശേരി ചായപ്പൻകുഴി പീലാർമുഴിയിൽ ആനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. തറയിൽ പുഷ്പാകരന്റെ 150ഓളം വാഴകളാണ് 2 ദിവസങ്ങളിലായി ആനകൾ നശിപ്പിച്ചത്. ജോസ് കവുങ്ങക്കാട്ടിൽ അനിലൻ എന്നിവരുടെ റബ്ബർ മരങ്ങളും മറിച്ചിട്ടു. ജോസിന്റെ പറമ്പിലെ ഫെൻസിംഗ് തകർത്താണ് ആനക്കൂട്ടം മറ്റിടങ്ങളിലെ തോട്ടത്തിലേക്ക് എത്തിയത്. നിരവധി തവണ പടക്കം പൊട്ടിച്ചാണ് വീട്ടുകാർ ആനകളെ തുരത്തിയത്. ഇതിവിടെ പീലാർമുഴിയിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ വന്ന് പോയുള്ളൂ. അവിടെ പുഷ്പാരത്തൊരു വാഴ കർഷകനൊക്കെയാണ്. ഇത് നിരന്തരം ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ ഒരുപാട് കാശിൻ്റെ വാഴകൾ വെച്ചൊക്കെ നശിപ്പിച്ചു. റബ്ബർ ഒടിച്ച് അവർ ബുദ്ധിപൂർവ്വം അവിടെ റബ്ബർ തട്ടി ഫെൻസിങ്ങുമ്പോഴേക്കും മറച്ചിട്ടിട്ടാണ് അവർ ഇങ്ങോട്ട് കടന്നു വന്നതാണ്. നമ്മൾ അവിടെ ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുന്നത്, അതിൻ്റെ ചുറ്റും അവർ ഇവിടെ പതിവായിട്ട് വരുന്നുണ്ട്. ഒരു മാസക്കാലമായി ഭീതി പടർത്തുന്ന പുലിയെ പിടികൂടുന്നതിന് ചാലക്കുടി പുഴയുടെ ഇരുകരകളിലും വനംവകുപ്പ് വിപുലമായ തിരച്ചിൽ നടത്തി. പോലീസ്, അഗ്നിശമന സേന എന്നിവരുടെ സഹകരണത്തോടെയാണ് തിരച്ചിൽ നടത്തിയത്. ഓരോ പ്രദേശത്തും ജനപ്രതിനിധികളും പരിസരത്തെക്കുറിച്ച് വ്യക്തമായ തിരിച്ചറിവുള്ള നാട്ടുകാരും തിരച്ചിൽ സംഘത്തിലുണ്ടായിരുന്നു. ചാലക്കുടി പുഴയുടെ ഇടതു വലതുകര പ്രദേശങ്ങളിലാണ് 80ഓളം പേരടങ്ങുന്ന സംഘം തിരച്ചിൽ നടത്തിയത്. തോക്ക്, ഷീൽഡ്, റബ്ബർ ബുള്ളറ്റ്, തോക്ക്, മയക്ക് വെടിക്കുള്ള സിറിഞ്ച് എന്നിവയടക്കം ഹെൽമറ്റ് ധരിച്ചാണ് സംഘം തിരച്ചിൽ നടത്തിയത്. 8 പേരടങ്ങുന്ന 6 സംഘങ്ങളാണ് വാഴച്ചാൽ ഡിവിഷൻ പരിധിയിൽ ദൌത്യത്തിനുണ്ടായിരുന്നത്. 7 ഗ്രൂപ്പുകൾ അടങ്ങുന്നതായിരുന്നു ചാലക്കുടി മേഖലയിലെ ദൌത്യസേന. ഇരു കേന്ദ്രങ്ങളിലും പ്രത്യേകം തയ്യാറാക്കിയ ക്യാമ്പ് ഓഫീസിലിരുന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് മേധാവികൾ പ്രവർത്തനം നിയന്ത്രിച്ചു. പുഴ തീരത്തെ കാടുകൾ, തോട്ടങ്ങൾ, ആൾതാമസമില്ലാത്ത കെട്ടിടങ്ങൾ എന്നിവ അരിച്ചുപെറുക്കിയായിരുന്നു പരിശോധന. നിരോധിത വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ 3 ബോട്ടുകൾ പിടിച്ചെടുത്ത് പിഴ ചുമത്തി. എറണാകുളം പറവൂർ മന്നം സ്വദേശി അയ്യാലിൽ വീട്ടിൽ ബഷീറിന്റെ രമേശ്, മുനമ്പം പള്ളിപ്പുറം സ്വദേശി ആറുകാട്ട് വീട്ടിൽ പ്രകാശിന്റെ ദർശനം, ചെറായി തച്ചേരി വീട്ടിൽ ഷൈജുവിന്റെ കേര എന്നീ ബോട്ടുകളാണ് പിടിച്ചെടുത്തത്. ബോട്ടുകളിലെ മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച 1,02,300 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. അനധികൃത വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയതിന് ഓരോ ബോട്ടിനും 2,50,000 രൂപ പിഴ ചുമത്തി. ഭക്ഷ്യയോഗ്യമല്ലാത്ത 5,000 കിലോ മത്സ്യങ്ങൾ കണ്ടെടുത്ത് ഫിഷറീസ് അധികൃതരുടെ സാന്നിധ്യത്തിൽ കടലിൽ ഒഴുക്കിക്കളഞ്ഞു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ, മെക്കാനിക് ജയചന്ദ്രൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ VM ഷൈബു, പ്രശാന്ത് കുമാർ തുടങ്ങിയവർ പ്രത്യേക പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. കുടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് പുതിയ കഴകക്കാരനെ നിയമിക്കുന്നതിന് KDRB ഉദ്യോഗസ്ഥയ്ക്ക് അഡ്വൈസ് മെമ്മോ നൽകി. പിന്നോക്ക വിഭാഗ ലിസ്റ്റിൽ നിന്നുള്ള ചേർത്തല കളവങ്കോടം സ്വദേശിയായ KS അനുരാഗിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവിന്റെ കോപ്പി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കൂടൽമാണിക്യം ദേവസ്വത്തിന് കൈമാറി. അഡ്വൈസ് മെമ്മോ ഇമെയിൽ വഴി അഡ്മിനിസ്ട്രേറ്റർക്ക് ലഭിച്ചതായി ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി സ്ഥിരീകരിച്ചു. അടുത്ത ദിവസം തന്നെ ഭരണസമിതി യോഗം ചേർന്ന് അനുരാഗിന് നിയമന ഉത്തരവ് നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ കൂട്ടിച്ചേർത്തു. നേരത്തെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ നിയമിച്ചിരുന്ന തിരുവനന്തപുരം ആര്യനാട് സ്വദേശി BA ബാലു രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ നിയമനം. റാങ്ക് പട്ടികയിലെ 1ാം സ്ഥാനക്കാരനും MA-കാരനുമായിരുന്ന ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ബാലുവിന് പൊതുവിഭാഗത്തിലായിരുന്നു നിയമനം ലഭിച്ചിരുന്നത്. പിന്നോക്ക വിഭാഗ ലിസ്റ്റിൽ നിന്നും വരുന്ന അനുരാഗ് ഈഴവ സമുദായത്തിൽ നിന്നുള്ള അംഗം തന്നെയാണ്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമിക്കുന്നയാൾക്ക് ജോലിയിൽ പൂർണ്ണ പരിരക്ഷയും പിന്തുണയും നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ പറഞ്ഞു. പുതിയ നിയമനം സംബന്ധിച്ച് ഇതുവരെ ആരും പരാതിയോ അപേക്ഷയോ നൽകിയിട്ടില്ല. പാരമ്പര്യ അവകാശികളെ വെക്കണമെന്നാവശ്യപ്പെട്ട് കാരായ്മക്കാർ കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേയുടെ 3ാം പാലത്തിന്റെ പൈലിംഗ് ജോലികൾക്ക് തുടക്കം കുറിച്ചു. പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള ഭാരതപ്പുഴ വഴിയാണ് പാലം വരുന്നത്. ഇതോടെ
പഴയ കൊച്ചിൻ പാലമടക്കം 5 പാലങ്ങളാണ് ഈ പ്രദേശത്ത് ഭാരതപ്പുഴയിൽ നിർമ്മിക്കുന്നത്. ഒരു പാലത്തിനു മുകളിൽ ഇരുവശങ്ങളിലേക്കുമുള്ള യാത്രയ്ക്കായി 2 പാളങ്ങളുള്ള രീതിയിലാണ് നിർമ്മാണം. വള്ളത്തോൾ നഗർ സ്റ്റേഷൻ മുതൽ മാന്നനൂർ സ്റ്റേഷന് സമീപം വരെ എത്തുന്ന പാലം ഉൾപ്പെടെയുള്ള റെയിൽപാളമാണ് നിർമ്മിക്കുക. ഇതോടൊപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള യാർഡുകളിലെ ഒറ്റവരിപ്പാത 2 വരിയാക്കുന്നുമുണ്ട്. ഇതോടെ തീവണ്ടികൾ ഷൊർണൂർ ബി ക്യാബിന് സമീപവും വള്ളത്തോൾ നഗറിലും ഭാരതപ്പുഴ സ്റ്റേഷനിലുമെല്ലാം പിടിച്ചിടുന്നത് ഒഴിവാക്കാനാകും. 100ഓളം തീവണ്ടികളാണ് ഷൊർണൂർ വഴി കടന്നുപോകുന്നത്. ദീർഘദൂര വണ്ടികൾ പിടിച്ചിടുന്നതോടെ യാത്രക്കാരുടെ പ്രതിഷേധവും വലിയ രീതിയിലുണ്ട്. വന്ദേ ഭാരത് വന്നതോടെ മറ്റു വണ്ടികളെല്ലാം ക്രോസിംഗ് സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടാണ് സമയം പാലിക്കുന്നത്. ഈ പണികൾ പൂർത്തിയാകുന്നതോടെ ഇതൊഴിവാക്കാനും ഈ റൂട്ടിൽ കൂടുതൽ വണ്ടികൾ ഓടിക്കാനും സാധിക്കുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ. എറണാകുളം ഷൊർണൂർ പാതയുടെ വിപുലീകരണത്തിനായി സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ റെയിൽവേ ഡെവലപ്മെന്റ് അതോറിറ്റിയും തുടങ്ങി. ഇതിനായി തഹസിൽദാരെ ഉൾപ്പെടെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായാൽ നഷ്ടപരിഹാരത്തുക റെയിൽവേ നൽകും. TCV ന്യൂസ്, ചെറുതുരുത്തി. ചാവക്കാട് സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി ചാവക്കാട് മേഖലാ കമ്മിറ്റി വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ചാവക്കാട് റാലി നടത്തി. മണത്തല പള്ളി മദ്രസ പരിസരത്തുനിന്ന് ആരംഭിച്ച റാലി ടൗൺ ചുറ്റി താലൂക്ക് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. 30ലധികം മഹല്ലുകളിൽ നിന്നുള്ള വിശ്വാസികൾ റാലിയിൽ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മണത്തല മഹല്ല് പ്രസിഡന്റ് PK ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. ബഷീർ ഫൈസി ദേശമംഗലം, സുലൈമാൻ അസ്ഹരി, കമറുദ്ദീൻ ബാദുഷാ തങ്ങൾ, CH റഷീദ്, നൌഷാദ് അഹമു, അബ്ദുൽ ലത്തീഫ് ഹൈത്തമി, KM ഉമർ ഫൈസി, ഷിഹാബ് ബാഗവി, ഹുസൈൻ തങ്ങൾ മമ്പുറം, RVM ബഷീർ മൗലവി, RV മുഹമ്മദ് കുട്ടി, അബ്ദുറഹ്മാൻ കാളിയത്ത്, KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷേ അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ വഖഫിനെ കുറിച്ച് പഠിക്കണം. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രാജ്യത്തിന് ആപത്താണെന്ന് UDF ജില്ലാ കൺവീനർ KR ഗിരിജൻ ആരോപിച്ചു. UDF ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കൂർക്കഞ്ചേരി, നടത്തറ, പുത്തൂർ മണ്ഡലം UDF കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംയുക്തമായി മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF പുത്തൂർ മണ്ഡലം ചെയർമാൻ സിനോയ് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ ജോണി ചെറിയത്ത്, ജെയ്ജു സെബാസ്റ്റ്യൻ, റിസൻ വർഗീസ്, PP ജെയിംസ്, ജോസഫ് കാരക്കട, ഡേവീസ് ചക്കാലയ്ക്കൽ, ആൻഡോ ചീനിക്കൽ, EV സുനിൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. സോളാർ വേലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ സ്ഥാപിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ മതിലകത്ത് മയക്കുമരുന്നുമായി യുവാവ് അറസ്റ്റിൽ. പടിയൂർ മുന്നനാട് സ്വദേശി മലയാമ്പള്ളം വീട്ടിൽ മുഹമ്മദ് ബഷീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കയ്യിൽ നിന്നും 2.58 ഗ്രാം MDMA പിടികൂടി. ബഷീർ സഞ്ചരിച്ചിരുന്ന ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ, പ്രൊബേഷൻ സബ് ഇൻസ്പെക്ടർ അനു ജോസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ 2ാംഘട്ട ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യത്നത്തിന് ജില്ലയിൽ തുടക്കമായി. 54 കിലോമീറ്റർ ദൈർഘ്യമുള്ള അഴീക്കോട് മുതൽ ചാവക്കാട് വരെയുള്ള തീരപ്രദേശത്തെ തെരഞ്ഞെടുത്ത 51 ആക്ഷൻ പോയിന്റുകളിലാണ് ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യത്നം നടപ്പിലാക്കിയത്. മത്സ്യത്തൊഴിലാളികൾ, ബോട്ട് ഉടമകൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് യത്നം പൂർത്തീകരിച്ചത്. മതിലകം പൊക്ലായി ബീച്ചിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കമ്മീഷണർ H സലീം, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, മതിലകം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹബ്സ ഒഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട കടപ്പശ്ശേരി കച്ചേരിപ്പടിയിൽ വീട്ടുപറമ്പിലെ കിണറിൽ നിന്നും വെള്ളം നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്കൊഴുകിയത് ആശങ്ക പരത്തി. കച്ചേരിപ്പടി ദുർഗാദേവി ക്ഷേത്രത്തിന് സമീപത്തെ കുണ്ടിൽ രമയുടെ വീട്ടുപറമ്പിലെ കിണറിൽ നിന്നും വെള്ളം ഉയർന്നത്. കിണറിൽ വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകിയതിനു പുറമെ പറമ്പിൽ പലയിടത്തും ഉറവകൾ രൂപപ്പെട്ട് വെള്ളമൊഴുകുന്ന സ്ഥിതിയുമുണ്ടായി. കിണറിന്റെ ഭിത്തിയിൽ പലയിടത്തായുള്ള വിടവുകളിലൂടെ വെള്ളം പുറത്തേക്കൊഴുകുകയും ചെയ്തു. വീടിന് സമീപത്തുള്ള പറമ്പിലാണ് താഴേക്കാട് ലിഫ്റ്റ് ഇറിഗേഷന്റെ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പൈപ്പുകളിൽ ലീക്ക് വന്നതാകാം കിണറിൽ വെള്ളം നിറയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നിറഞ്ഞൊഴുകിയ കിണറിൽ നിന്ന് വീട്ടുകാർ മോട്ടോറടിച്ച് വെള്ളം നീക്കം ചെയ്തെങ്കിലും പിന്നെയും വെള്ളം നിറഞ്ഞു വന്നിരുന്നു.
വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഉയർന്ന പ്രദേശത്താണ്. ഇതിന്റെ ഭൂമിക്കടിയിലൂടെ പോകുന്ന പൈപ്പാണ് പൊട്ടിയതെന്നാണ് നിഗമനം. ഒരുമനിയൂർ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഭരണപ്രതിപക്ഷ ബഹളം. ഒരുമനിയൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള 1 കോടി രൂപയോളം ലാപ്സാക്കി കളഞ്ഞ LDF ഭരണസമിതി രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF പ്രതിപക്ഷ അംഗങ്ങൾ കമ്മിറ്റി യോഗത്തിൽ നിന്നിറങ്ങിപ്പോയി. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ഏകദിന നിരാഹാര സമരം നടത്തി. പ്രതിപക്ഷ നേതാവ് KJ ചാക്കോ, നഷ്ര മുഹമ്മദ്, ആരിഫ ജുഫൈർ, UDF നേതാക്കളായ ഹംസ കടത്തറ, VP അലി, അബ്ദുൽ വഹാബ്, EP കുര്യാക്കോസ്, VA മോഹനൻ, ഹിഷാം കപ്പൽ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. 6 ലക്ഷം രൂപ ഒരു പൈസ പോലും അതിന് ചെലവാക്കിയിട്ടില്ല. അതുപോലെ ആയുർവേദ ഡിസ്പെൻസറി, അതുപോലെ ഈ ചെറിയ ഓള് വാടകയ്ക്കിട്ട വലിയ. പാലക്കാട് കുളപ്പുള്ളിയിൽ CITU ഭീഷണിയെ തുടർന്ന് സിമന്റ് കച്ചവടം നിർത്തിയ കടയുടമയ്ക്ക് പിന്തുണയുമായി വ്യാപാരികൾ. 22-ന് പാലക്കാട് ജില്ലയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹർത്താൽ പ്രഖ്യാപിച്ചു. പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റിലെ തൊഴിൽ തർക്കത്തിൽ കടയുടമയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നടത്തിയ പ്രതിഷേധത്തിലാണ് പ്രഖ്യാപനം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. UDF ഗുരുവായൂർ മണലൂർ കുന്നംകുളം നിയോജക മണ്ഡലം നേതൃത്വ യോഗം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ അധ്യക്ഷനായി. O അബ്ദുറഹ്മാൻ കുട്ടി, MP വിൻസെന്റ്, CH റഷീദ്, ജോസഫ് ചാലിശ്ശേരി, PM അമീർ, CV കുര്യാക്കോസ്, RV അബ്ദുൾ റഹീം, KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ പഞ്ചഗുസ്തിയിൽ തോറ്റ വൈരാഗ്യത്തിൽ യുവാക്കളെ കരിങ്കല്ല് കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിലായി. ആനപ്പുഴ ഫിഷർമൻ കോളനി സ്വദേശികളായ അരയാശ്ശേരി വീട്ടിൽ കൃഷ്ണപ്രസാദ്, ചുളക്കാപ്പറമ്പിൽ വീട്ടിൽ സിജീഷ് എന്നിവരെ ആക്രമിച്ച കേസിൽ കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം കാരൂർ മഠം കന്നത്തുപടിക്കൽ വീട്ടിൽ തനൂഫ്, മേത്തല കടുക്കച്ചുവട് മാണിക്കകത്ത് വീട്ടിൽ ജിത്തുരാജ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 4-ാം തീയതി രാത്രി TKS പുരത്ത് കൈരളി ബാറിന് സമീപമായിരുന്നു സംഭവം. ബാറിൽ വെച്ച് ഫിഷർമൻ കോളനി സ്വദേശി ഷൈജുമായി നടത്തിയ പഞ്ചഗുസ്തി മത്സരത്തിൽ പ്രതികൾ തോറ്റിരുന്നു. തുടർന്ന് വീട്ടിലേക്ക് പോകാനായി നിൽക്കുകയായിരുന്ന ഷൈജുവിനെയും സഹോദരൻ സിജീഷ്, സുഹൃത്ത് കൃഷ്ണപ്രസാദ് എന്നിവരെ പ്രതികൾ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ K സാലിം, സിവിൽ പോലീസ് ഓഫീസർമാരായ ജമേഴ്സൺ, ഷമീർ, ഗോപേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ലോക വിപണിയിൽ വില കുറയുമ്പോഴും കേന്ദ്രം പെട്രോൾ പാചകവാതക വില കൂട്ടുകയാണെന്ന് CITU ജില്ലാ വൈസ് പ്രസിഡന്റ് C സുമേഷ് പറഞ്ഞു. വില വർധനവിൽ പ്രതിഷേധിച്ച് CITU കോർഡിനേഷൻ കമ്മിറ്റി ഗുരുവായൂരിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏരിയ ജോയിന്റ് സെക്രട്ടറി ഉണ്ണി വാറനാട്ട് അധ്യക്ഷനായി. കോർഡിനേഷൻ കൺവീനർ ജെയിംസ് ആളു, PK സജീവൻ, T ശ്രീകുമാർ, PH അബു തുടങ്ങിയവർ സംസാരിച്ചു. കാരണം പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ എണ്ണവില നിശ്ചയിക്കുന്നു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനും പരിശ്രമങ്ങൾക്കും ഒടുവിൽ അരിമ്പൂർ കോവിൽ റോഡിലെ സെഞ്ചുറി ക്ലബിന് സ്വന്തമായി ആസ്ഥാനമായി. കൃഷി നടത്തിയും ആക്രി ശേഖരിച്ച് വിൽപ്പന നടത്തിയും മറ്റുമാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിനായി പണം സ്വരൂപിച്ചത്. 38 വർഷം മുൻപ് അരിമ്പൂർ കോവിൽ റോഡിലുള്ള ഒരു കൂട്ടം യുവാക്കൾ ചേർന്നാണ് സെഞ്ചുറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആരംഭിക്കുന്നത്. നിലവിൽ 360 അംഗങ്ങൾ സെഞ്ചുറി ക്ലബിലുണ്ട്. 30 അംഗ ഭരണസമിതിയാണ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പഴയ ഒരു കെട്ടിടത്തിലായിരുന്നു ക്ലബ്ബ് പ്രവർത്തിച്ചു വന്നിരുന്നത്. യോഗങ്ങൾ ചേരാൻ സൗകര്യമുള്ള കോൺഫറൻസ് ഹാളും മിനി ലൈബ്രറിയോടും കൂടി പണിതീർത്ത ഇരുനില കെട്ടിടം നിർമ്മിക്കാൻ 6 ലക്ഷം രൂപയാണ് ചെലവായത്. ക്ലബ്ബ് കെട്ടിടം നാടിന്റെ പൊതു ആവശ്യങ്ങൾക്ക് കൂടി നൽകാനാണ് അംഗങ്ങളുടെ തീരുമാനം. ക്ലബ്ബിലെ അംഗങ്ങളുടെ കലാസാംസ്കാരികപരമായ ആവശ്യങ്ങൾക്കും വയോജനങ്ങളുടെ മാനസികോല്ലാസ പരിപാടികൾക്കും ക്ലബ്ബ് ആസ്ഥാനം വിനിയോഗിക്കാം. പിറന്നാൾ ആഘോഷങ്ങൾ, അടിയന്തിരം, മറ്റു പലവിധ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ പ്രദേശത്തുണ്ട്. അത്തരം ആവശ്യങ്ങൾക്കും ക്ലബ്ബ് തുറന്നുകൊടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ 38-ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഒരു 2 നില കെട്ടിടത്തോട് കൂടിയിട്ടുള്ള സമുച്ചയമാണ് നമ്മളിവിടെ പണിത് തീർത്തിട്ടുള്ളത്. എല്ലാവർക്കും ഒരു ഇടം, അതായത് വയോജനങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും എല്ലാവർക്കും ഒരു ലൈബ്രറി എന്ന ഫെസിലിറ്റിയോട് കൂടിയിട്ട് മറ്റു കാര്യങ്ങൾ കൂടി, മീറ്റിംഗ്, അതുപോലെ തന്നെ ഡ്രോയിങ് ക്ലാസ്, പാട്ട് ക്ലാസ്, ഡാൻസ് ക്ലാസ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് അത്യാധുനിക സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമ്മളെല്ലാവർക്കും ഒരു ഇടം എന്നുള്ള രീതിയിലാണ് ഈ ക്ലബിന്റെ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. പ്രസിഡന്റ് KS സുജിത്ത്,
സെക്രട്ടറി പ്രബിൻ പ്രേമനാഥൻ, ട്രഷറർ KM വിഷ്ണുപ്രസാദ് തുടങ്ങിയവരാണ് ക്ലബിന്റെ സാരഥികൾ. ശനി ഞായർ ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷ പരിപാടിയിൽ മുരളി പെരുന്നെല്ലി MLA കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതോടെ നാടിന്റെയും പൊതുവിടമായി മാറുകയാണ് സെഞ്ചുറി ക്ലബ്ബ് മന്ദിരം. TCV ന്യൂസ്, തൃശൂർ. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സുഹൃതം തിരുവങ്കിടത്തിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ, വിഷു, ഈസ്റ്റർ ജീവകാരുണ്യ സംഗമം സംഘടിപ്പിച്ചു. ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TS സിനോജ് ഉദ്ഘാടനം ചെയ്തു. സുഹൃതം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് അധ്യക്ഷനായി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര സന്ദേശം നൽകി. കോർഡിനേറ്റർ ബാലൻ വാറനാട്ട്, TCV ഗുരുവായൂർ റിപ്പോർട്ടർ KV സുബായർ, മുൻ നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ജോയ്, N രാജൻ, ഗിരീഷ് കുമാർ പാലിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മധ്യപ്രദേശ് ജബൽപൂരിൽ ആക്രമണത്തിനിരയായ ഫാദർ ഡേവിസ് ജോർജിന്റെ സഹോദരന്റെ കുട്ടനെല്ലൂരിലെ വസതി കത്തോലിക്ക കോൺഗ്രസ് ഒല്ലൂർ ഫൊറോന സമിതി സന്ദർശിച്ചു. കത്തോലിക്ക സഭയുടെയും സമുദായത്തിന്റെയും പിന്തുണയും പ്രാർത്ഥനയും ഭാരവാഹികൾ വാഗ്ദാനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന പ്രസിഡന്റ് അലൂഷ്യസ് കുറ്റിക്കാട്ട്, സെക്രട്ടറി ഫ്രാൻസിസ് തറയിൽ, ട്രഷറർ ടോണി എടത്തിരുത്തിക്കാരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത്. നാട്ടിലെ കാവുകളുടെ ചരിത്രവും പ്രാധാന്യവും തേടി വിദ്യാർത്ഥികൾ നടത്തിയ യാത്രയും അന്വേഷണവും ഉൾക്കൊള്ളിച്ച കാവുകൾ നമ്മുടെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. പാവറട്ടി MUALP സ്കൂൾ വിദ്യാർത്ഥികളാണ് കാവുകളെക്കുറിച്ച് പഠനയാത്ര നടത്തിയത്. ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും വിദ്യാലയത്തിന്റെ സഹകരണത്തോടെയാണ് കാവുകൾ നമ്മുടെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെന്ററി നിർമ്മിച്ചത്. കാവുകളുടെ ചരിത്രവും പ്രാധാന്യവും പ്രമേയമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ പ്രകാശനം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OJ ഷാജൻ നിർവഹിച്ചു. ഡോക്ടർ CT ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. MUALP സ്കൂൾ പ്രധാന അധ്യാപകൻ ഡൊമിനിക് സാവിയോ, ദേവസൂര്യ കലാവേദി പ്രസിഡന്റ് റിജി വിളക്കാട്ടുപാടം, ജനകീയ ചലച്ചിത്രവേദി ഡയറക്ടർ റാഫി നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷനും പഴയന്നൂർ പഞ്ചായത്ത് കുടുംബശ്രീയും സംയുക്തമായി വിഷു വിപണന മേള ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത്, പഞ്ചായത്ത് അംഗങ്ങളായ യശോദ, സുജ S കൃഷ്ണൻകുട്ടി, പ്രദീപ്, വൈസ് ചെയർപേഴ്സൺ ഗീതാ നാരായണൻ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയിൽ കുടുംബശ്രീ സീരിയസിന്റെ വിഷുചന്ത ആരംഭിച്ചു. നഗരസഭ ഓഫീസിന് സമീപം ആരംഭിച്ച വിഷുചന്ത നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ അധ്യക്ഷനായി. ആരോഗ്യ വിഭാഗം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PA വിനോദ്, രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ തൈക്കാട് ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജൈവ വെള്ളരി വിളവെടുത്തു. റിട്ടയർഡ് സീനിയർ മെഡിക്കൽ ഓഫീസർ ബാലകൃഷ്ണൻ ആനയടത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് KS മനോജ് കുമാർ അധ്യക്ഷനായി. KPA റഷീദ്, KP ഉദയൻ, P മുരളീധര കൈമൾ, സ്റ്റീഫൻ ജോസ്, ഷീജ ഗുരുവായൂർ, പ്രിയ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം വിപുലീകരിക്കാൻ ചാലക്കുടി താലൂക്ക് ആശുപത്രി വികസന സമിതി യോഗം തീരുമാനിച്ചു. പുതുതായി 2 ഡയാലിസിസ് മെഷീൻ കൂടി ലഭ്യമാക്കി 3 ഷിഫ്റ്റുകളിലായി ഡയാലിസിസ് നടത്തും. നിലവിൽ 36 പേരാണ് ഇവിടെ ഡയാലിസിസ് നടത്തുന്നത്. ഇതിന് 11 മെഷീൻ നിലവിലുണ്ട്. നഗരസഭയുടെ പദ്ധതി വിഹിതത്തിൽ നിന്നുള്ള 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്രവർത്തനം വിപുലപ്പെടുത്തുന്നത്. താൽക്കാലിക ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് പോലീസ് സർജനെയും ഡയാലിസിസ് യൂണിറ്റുകളിലേക്ക് നെഫ്രോളജി ഡോക്ടറെയും നിയമിക്കണമെന്ന് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ ചെയർമാൻ ദിബു ദിനേശ്, വികസനകാര്യ ചെയർമാൻ ബിജു ചിറയത്ത്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനം ദേശീയ സുരക്ഷിത മാതൃത്വ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. നെടുപുഴ കസ്തൂർബ കേന്ദ്രത്തിൽ നടന്ന സെമിനാർ സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. കസ്തൂർബ ട്രസ്റ്റ് ഉപദേശക സമിതി അംഗം KM സിദ്ധാർത്ഥൻ അധ്യക്ഷനായി. കസ്തൂർബ വിദ്യാലയം പ്രിൻസിപ്പാൾ TS ലേഖ, മുൻ പ്രതിനിധി M പത്മിനി,
സർവോദയ മണ്ഡലം നിവേദക PS സുകുമാരൻ, VI ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,745 രൂപ, പവന് 69,960 രൂപ. വെള്ളി ഗ്രാമിന് 105 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,205 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മാള കുഴൂരിൽ 6 വയസ്സുകാരനെ കുളത്തിൽ തള്ളിയിട്ട് കൊന്ന സംഭവം. തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ നാട്ടുകാരുടെ രോഷപ്രകടനം. കുട്ടിയുടെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. അധികൃതരുടെ അനാസ്ഥ മൂലം കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നു. ജലക്ഷാമം പരിഹരിക്കാൻ പുഴയിൽ കെട്ടിയ മൺചിറകൾ ഉപയോഗപ്രദമല്ലാതായി. അതിരപ്പള്ളി മേഖലയിൽ തുടർച്ചയായി 2ാം ദിവസവും കാട്ടാന ആക്രമണം. പിള്ളപ്പാറയിൽ കാട്ടാന ഓട്ടോറിക്ഷ തകർത്തു. ചാലക്കുടിയിലും കൊരട്ടിയിലും ഭീതി പരത്തിയ പുലിയെ കണ്ടെത്തുന്നതിനായി സംയുക്ത പരിശോധന നടത്തി. ചാവക്കാട് നിരോധിത വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ 3 ബോട്ടുകൾ പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത ബോട്ടുകൾക്ക് പിഴ ചുമത്തി. കുടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് പുതിയ കഴകക്കാരനെ നിയമിക്കുന്നതിന് KDRB ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് മെമ്മോ നൽകി. KS അനുരാഗിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവിന്റെ പകർപ്പാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കൈമാറിയത്. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേയുടെ 3ാം പാലത്തിന്റെ പൈലിംഗ് തുടങ്ങി. ഒരു പാലത്തിന് മുകളിൽ ഇരുവശങ്ങളിലേക്കുമുള്ള യാത്രയ്ക്കായി 2 പാളങ്ങളുള്ള രീതിയിലാണ് നിർമ്മാണം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.